എല്ലാവരും വിഷുക്കണിയൊക്കെ ആഘോഷിച്ചു. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വിഷുവിൻ്റെ അന്ന് രാവിലെ അമ്പലത്തിൽ പോയതാണേ. തൃക്കണ്ണാപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ്. നല്ലൊരു അമ്പലം കേട്ടോ. അപ്പോൾ നല്ല തിരക്കാണ്. വിഷുവിൻ്റെ അന്ന് നല്ല തിരക്കല്ലേ. തിരക്കിലൊക്കെ നിന്ന് വേർത്ത് കുളിച്ചൊരു പരുവായി കേട്ടോ. ഇത് കൊടിമരമാണ്, എടുക്കാൻ ഞാൻ മറന്നില്ല. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയതല്ലേ ഒരു അമ്പലം എടുക്കുമ്പോൾ. അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അവിടെ എഴുതി വച്ചിട്ടുണ്ടേ, എന്തോ വഴിപാടുകൾക്ക് വേണ്ടി ഇവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാം എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. നമ്മൾ ഈ ക്യൂവിൽ തന്നെയാണ് നിന്ന് തൊഴുതത്. അത് അങ്ങനെ എത്ര തിരക്കായാലും അങ്ങനെ തൊഴുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അമ്പലത്തിൽ രാവിലെ പോയി തൊഴുതിട്ട് വരുന്ന ആ ഒരു ഫ്രഷ്നെസ് ഒന്ന് വേറെയാണ്. പ്രത്യേകിച്ച് തിരക്കുള്ള ദിവസമായാലും ഈ വിശേഷ ദിവസങ്ങളിലൊക്കെ ഇത് കുറേ മന്ത്രങ്ങളും നേർച്ചകളും ഒക്കെ അവിടെ ചുമരിൽ ഇങ്ങനെ വച്ചേക്കുന്നത് കണ്ട് ഞാൻ എടുത്തതാ. ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നോക്കിയൊക്കെ ചെയ്യാമല്ലോ. പല പല നേർച്ചകളും കാഴ്ചകളും ഒക്കെയാണ് കേട്ടോ. അതുപോലെ തന്നെ രാവിലത്തെ കാപ്പി അവിടെ കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഒരു സൈഡിൽ നമ്മളെല്ലാവരും ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ മറ്റേ സൈഡിൽ കുറച്ച് ആൾക്കാർ ക്യൂ നിന്ന് കാപ്പി കുടിക്കുന്നുണ്ട്. ഇതൊരു പ്രസാദം പോലെ എല്ലാവരും കഴിക്കുന്നതാണ്. ഇതൊരു സന്തോഷമല്ലേ. അപ്പോൾ തൊഴുത് കഴിഞ്ഞിട്ട് നമ്മളും കഴിച്ചു കേട്ടോ. അതിനും നല്ല ക്യൂ ഉണ്ടായിരുന്നു. അതുപോലെ ഇത് ഫ്രണ്ടിൽ ഇങ്ങനെ വിഷുക്കണി പോലെ ഒരുക്കിയിരിക്കും. അപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കൽ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. ചൂടത്ത് എല്ലാവരും കസവ് സാരിയും പട്ടുപാവാടയൊക്കെ ആയിരുന്നു. എനിക്ക് വയ്യേ, ചൂട് കൊണ്ട് സഹിക്കാൻ വയ്യ. ആ കൃഷ്ണനെ കിട്ടാൻ ഞാൻ പെട്ട പാട് കണ്ടോ. ഞാൻ അവിടെ കൂടെ ഇവിടെ കൂടെ എടുക്കുമ്പോൾ ആരെങ്കിലുമൊക്കെ ഓരോരുത്തർ, ഒരു മാമൻ വരും, ഒരു ചേട്ടൻ വരും, ഒരു അനിയൻ വരും, ഇങ്ങനെ ഓരോരുത്തരായിട്ട് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു അടിപൊളി ന്യൂജൻ വിഷുക്കണി എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞ് അവിടെ ഒരു ആറുണ്ട് കേട്ടോ. ഈ ആറിങ്ങനെ അതിൻ്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ ഒഴുകുന്നതാണ്. ഈ ആറും എല്ലാം കൂടെ നല്ല പ്രകൃതി രമണീയമാണ്. ഈ വിഷുക്കണിയുടെ ഫ്രണ്ടിൽ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ തൊഴുത് കഴിഞ്ഞ് കേട്ടോ. തൊഴുത് കഴിഞ്ഞ് ഞാനും കഴിക്കുകയാണ് കാപ്പി. ചക്കുബ കഴിച്ചില്ല കേട്ടോ. അവൻ ഈ തിരക്കിലൊക്കെ നിന്ന് കഴിക്കാൻ എന്തോ താല്പര്യമില്ല. വളരെ പതുക്കെ അവൻ കഴിക്കും. കഴിച്ച് തീർക്കാൻ മടിയായിരിക്കും. ഞാൻ ഒരു വാതരാം തരാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് ഒരു വിധത്തിൽ കഴിച്ചില്ല. അപ്പോൾ രസവടയും സാമ്പാറും ഒക്കെ വെച്ച് കഴിച്ചിട്ട് വീട്ടിൽ വന്ന് ചെറിയൊരു സദ്യ, അവിയൽ, കിച്ചടി, പരിപ്പ്, പപ്പടം, അച്ചാർ, അങ്ങനെയൊക്കെ ഉള്ളൂ. എല്ലാം കൂടെ വലിച്ചു വാരിയിട്ടൊന്നും വച്ചില്ല. അങ്ങനെ ഇത്തവണത്തെ വിഷുക്കണി അങ്ങനെയൊക്കെ സന്തോഷത്തിൽ കഴിഞ്ഞു. പിന്നെ സേമിയയും ബോളി നമ്മളെ ഫേവറേറ്റ്. പിന്നെ നമ്മളും കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് കേട്ടോ. അപ്പോൾ എല്ലാവരും വിഷു നന്നായിട്ട് ആഘോഷിച്ചു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കാണണേ. അപ്പോൾ കാണാതെ ടാറ്റാ, ബൈ ബൈ.